ഹലോ ഹായ്. ഇന്ന് ഞങ്ങളെ ചക്കര മോളുടെ 9ാമത്തെ ബർത്ത്ഡേ കേട്ടോ. ഇത് അവളെ ചെറിയ ഫോട്ടോയാണ്. ഇപ്പോൾ അവൾ വലുതായി 9 വയസ്സൊക്കെ ആയി. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടിക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ മോളെയും കൂട്ടി അമ്പലത്തിലൊക്കെ പോയി. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ച് വന്ന് പിന്നെ വൈകുന്നേരം ചെറിയൊരു ഫംഗ്ഷൻ കേട്ടോ. ഇത് ഞങ്ങളെ ലിവിങ് ഏരിയ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയ. ഭയങ്കര സമാധാനമാണ് ആ ഒരു ബുദ്ധൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ. വൈകുന്നേരമൊക്കെ ഞാൻ ഓഫീസൊക്കെ വിട്ട് വന്നാൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു സുഖമാണ്. അങ്ങനെ വൈകുന്നേരം ചെറിയൊരു ഫംഗ്ഷനാണ്. അധികം ആൾക്കാരൊന്നുമില്ല. എൻ്റെ അനിയത്തിയും മോളും അവളെ ഒരു ഫ്രണ്ടും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഭാര്യയും പിന്നെ കുട്ടികളും ഒക്കെ അച്ചമ്മ ഒക്കെ ആയിട്ട് വളരെ ചെറിയൊരു ഫംഗ്ഷനാണ്. പക്ഷെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അവരെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒരു മാസം മുന്നേ തുടങ്ങും. 24th എൻ്റെ ബർത്ത്ഡേ, 24th എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അവൾ അപ്പൻ്റെ പുറകെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ ഗിഫ്റ്റൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചെറുപ്പകാലത്തൊന്നും ബർത്ത്ഡേ ഞങ്ങളൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടേ ഇല്ല കേട്ടോ. കേക്ക് കട്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. ഞങ്ങൾ വയനാട്ടിലായിരുന്നു വീട്. അപ്പോൾ അവിടെ അങ്ങനെ ഇതൊന്നുമില്ല. അച്ഛനിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ വന്നിട്ട് പിന്നെ എന്നാണോ ബർത്ത്ഡേ അതിൻ്റെ തലേ ദിവസം രാത്രി ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുത്തരും. അത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ, ഇതെൻ്റെ അനിയത്തി കേട്ടോ, പിന്നെ അവൾ പിന്നെ എന്താ പറയുക, പിന്നെ എൻ്റെ മോളെയൊക്കെ നന്നായിട്ട് നോക്കിയതാണ് എൻ്റെ അനിയത്തി. എൻ്റെ മോളെയും മോനെയും ഒക്കെ ഒരുപാട് നോക്കി വളർത്തിയത്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര അവളെ മക്കളെ പോലെ തന്നെയുള്ള സ്നേഹമാണ്. അപ്പോൾ നേരത്തെ ബാക്കി പറഞ്ഞില്ലല്ലോ, അച്ഛൻ രാത്രി വരുമ്പോൾ എന്തൊക്കെയോ ടൈപ്പ് ഉടുപ്പൊക്കെ കൊണ്ടുവരും. ഞങ്ങൾ അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇന്നത്തെ മക്കൾക്ക് അതൊന്നും പറ്റില്ലല്ലോ. അതിനിടയ്ക്ക് ഞങ്ങളൊരു റീലൊക്കെ എടുത്ത് ആ റീലൊക്കെ നല്ല ഹിറ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അതിനിടയ്ക്ക് ഞങ്ങളൊരു ട്രഷർ ഹണ്ട് പോലെ അവർക്ക് ഒരു ഇത് കൊടുത്തതാണ്, ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതെല്ലാം ഫ്ലോപ്പായി പോയി. ഭയങ്കര സർപ്രൈസായിട്ട് ഞാൻ 9 ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് 9 സ്ഥലത്തൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിള്ളേരല്ലേ ആൾക്കാർ ഓരോ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് എന്നോട് ഇതെന്താ അമ്മയും ചോദിച്ച് അങ്ങനെ എല്ലാ സർപ്രൈസും പൊട്ടിപ്പോയി. എങ്കിലും പിന്നെ ഞാനത് ഓരോരോ കളവൊക്കെ പറഞ്ഞ് അത് വേറെ ഒരു ആൾക്ക് കൊടുക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടിക്ക് അറിയാലോ. എന്നിട്ട് അവർ പിന്നെ അത് ട്രഷർ ഹണ്ട് പോലെ എന്നെ കണ്ടുപിടിച്ചു. അവൾക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ 9 ഗിഫ്റ്റ്, വലിയ ഗിഫ്റ്റൊന്നുമല്ല കേട്ടോ, വളരെ ചെറിയ ഗിഫ്റ്റാണ്. പക്ഷേ അത് അവൾക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് അവൾക്ക് അങ്ങനെയൊക്കെ കൊടുത്തത് ഞങ്ങൾ. അപ്പോൾ അവർ ഫ്രണ്ട്സിനത് കണ്ടുപിടിക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവരെല്ലാവരും കൂടി ഇരുന്ന് പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കുക, പിന്നെ അങ്ങനെ ഭയങ്കര രസം. ചെറിയ ഫംഗ്ഷനാട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ വിട്ട് വന്നിട്ട് ഉണ്ടാക്കിയതാണ്. ചെറിയൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ഈ ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നമ്മുടെ മക്കളെ സന്തോഷമാണല്ലോ വലുത്. അന്നത്തെ ദിവസം അവർക്ക് എന്തോ ഭയങ്കരമായൊരു ഡേ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യാറ്. സ്കൂളിലൊക്കെ പോയിട്ട് അവിടെ കളർ ഡ്രസ്സ് ഇട്ട് പോകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ എന്തായാലും മക്കളെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അപ്പോൾ പിന്നെ മാക്സിമം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പിന്നെ രാത്രിയായപ്പോൾ ഇത് ഞങ്ങളെ മിത്തങ്കിളാണ്, അനിയത്തിൻ്റെ ഹസ്ബൻഡാണ്. എല്ലാവരും കൂടി വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് അവളെ 9ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു.